So, hey guys, welcome back. ഇത് നമ്മുടെ JavaScript സീരീസിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. ഓക്കെ, സോ നമ്മൾ പാർട്ട് 2-ൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നമ്മൾ ജസ്റ്റ് കുറച്ച് JavaScript-ആയിട്ട് ചെറുതായിട്ടൊന്ന് ഫെമിലറൈസ് ചെയ്തു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 2-ൽ ചെയ്തത്. ഇനി പാർട്ട് 3-ൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 2-ൽ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ഒരു main.js ഫയൽ എന്നുള്ളൊരു ഫയൽ നമ്മൾ ഈ HTML-ലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, സ്ക്രിപ്റ്റ് ടാഗ് വെച്ച് ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ main.js-ൽ നമ്മൾ ആകെ എഴുതിയത് ഈ കൺസോൾ ലോഗ് എന്നുള്ളൊരു കൺസോൾ ലോഗിങ് മാത്രമാണ്. അത് ഇവിടെ നമ്മുടെ കൺസോളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ക്ലിയർ ആകാത്ത ആൾക്കാർ പ്രീവിയസ് വീഡിയോയിൽ പാർട്ട് 2-ൽ പോയാൽ മതി. അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ ദാറ്റ് ഔട്ട് ദ വേ നമുക്ക് ഇനി നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കിടക്കും. ഓക്കെ, സോ ഇതിൽ ഞാനിവിടെ കുറച്ച് ടു ഡു എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് കാര്യം നോക്കാം, കമൻറ്റ്സ്. ഓക്കെ, കമൻറ്റ്സ് എന്താണ് എന്ന് അറിയാത്ത ആൾക്കാർക്ക് ഇതൊക്കെ പ്രോഗ്രാമിങ്ങിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ കമൻറ്റ്സ് ഓക്കെ, സോ കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമുക്ക് എന്താ പറയുക, ജസ്റ്റ് കോഡിൻ്റെ ഒപ്പരം അല്ലെങ്കിൽ കോഡ് എഴുതുന്നതിൻ്റെ ഒപ്പരം എന്താ പറയുക, പ്രോഗ്രാമേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സിന് ജസ്റ്റ് ഒരു സൈഡ് നോട്ട് എന്നുള്ള രീതിയിൽ കോഡിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ചിലപ്പം എഴുതി വെക്കേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമൻസ് യൂസ് ചെയ്യുക. ഈ കമൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ കോഡല്ല. ഈ കമൻസ് എഴുതി കഴിഞ്ഞാൽ അത് കമൻസ് നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞാലും അത് നമ്മുടെ കോഡിൽ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, സോ കമൻസിനെ പറ്റി അധികം പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. ഓക്കെ, സോ കമൻസ് എങ്ങനെയാണ് എഴുതുക നോക്കാം. നമുക്ക് എന്താ പറയുക, സിംഗിൾ ലൈൻ കമൻസും ഉണ്ട്, മൾട്ടി ലൈൻ കമൻസും ഉണ്ട്. അപ്പം ഇവിടെ ഞാൻ എഴുതിയത് സിംഗിൾ ലൈൻ കമൻസ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇങ്ങനെ എഴുതി, ഓക്കെ, ഡബിൾ സ്ലാഷ് ഇടുക, കമൻറ്റ്. ഇതാണ് ആക്ച്വലി ഒരു സിംഗിൾ ലൈൻ കമൻറ്റ്. സിംഗിൾ ലൈൻ കമൻറ്റ് ഇതിനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്, നെക്സ്റ്റ് ലൈന് പോയി കഴിഞ്ഞാൽ അത് പിന്നെ കമൻ്റ് അല്ല, പിന്നെ അത് കമൻ്റായിട്ട് കൂട്ടത്തില്ല. ഓക്കെ, സോ കമൻറ്റ് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ കോഡിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിപ്പോൾ ഇവിടെ സേവ് ചെയ്തു. ഓക്കെ, കൺസോൾ ഇപ്പം ഒന്നുമില്ല, കാരണം എന്താ, കൺസോൾ ലോഗ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. കൺസോൾ ലോഗ് ഞങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ ഹലോ എന്ന് കൊടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്, കൺസോളിൽ ഹലോ എന്ന് ലോഗ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടി സേവ് ചെയ്യാമെന്നിരിക്കും. ഓക്കെ, കൺസോൾ ക്ലിയർ ആണ്. കാരണം എന്താ, ഇവിടെ നമ്മളൊരു എന്താ പറയുക, ഒരു കമാൻഡ് എഴുതിയെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതിയെങ്കിലും ഇത് കമൻ്റ് ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പം കമൻ്റ് ആയിട്ട് കൂട്ടുന്നതിൽ ജാവാസ്ക്രിപ്റ്റിൽ എന്നല്ല, ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും കമൻ്റ് ആയിട്ട് കൂട്ടുന്ന സാധനത്തിൽ പ്രത്യേകിച്ച് ഒരു എഫക്റ്റും വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെയാണ് സിംഗിൾ ലൈൻ കമൻറ്റ്. മൾട്ടി ലൈൻ കമൻറ്റ് എന്ന് പറയുന്നത് സ്ലാഷ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും എഴുതുന്നിരിക്കുക, ഹലോ ഓൾ. ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതുന്നത് ഏത് ലൈനിൽ പോയി കഴിഞ്ഞാലും എന്താണ്, ഈ കമൻറ്റിൻ്റെ പച്ച കളറാണ് VS കോഡ് കാണിക്കുന്നത് അല്ലേ. ഇത് മൾട്ടി ലൈൻ കമൻ്റ് ആയതുകൊണ്ട് സ്ലാഷ് വെച്ച് എവിടെ ക്ലോസ് ചെയ്യുന്നു അവിടെയാണ് ഈ കമൻറ്റ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് സിംഗിൾ ലൈൻ കമൻറ്റും മൾട്ടി ലൈൻ കമൻറ്റും, ഇതാണ് ബേസിക് ആയിട്ട് അറിയേണ്ട ആദ്യത്തെ ഒരു കാര്യം. ഓക്കെ, സെക്കൻഡ്, ഡാറ്റ ടൈപ്സ്. ഓക്കെ, ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതുന്നത് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഡാറ്റ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും, കൂട്ടാനോ കിഴിക്കാനോ, അല്ലെങ്കിൽ പാസ്വേഡ് അടിച്ചോ ഇല്ലയോ, അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് അതിന് കണക്കായിട്ടുള്ള ഡാറ്റാസ് വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റാസ് ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഡാറ്റാസിന് കുറച്ച് ടൈപ്സ് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറച്ച് ടൈപ്സ് ആണ് എന്തൊക്കെ ഡാറ്റ ടൈപ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്പർ എന്നൊരു ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു കൺസോൾ ലോഗ് ചെയ്യാം, വെറുതെ ഒരു കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. ഹലോ എന്ന് ഇവിടെ വരുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം കൺസോൾ ലോഗ് ഹലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു ഡാറ്റ ആ ടൈപ്പ് ഓഫിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത ഡാറ്റയുടെ ടൈപ്പ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളൊരു ഡാറ്റ ടൈപ്പ് നമ്പർ. ഓക്കെ, നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ടൈപ്പ് ഓഫ് 10 കൊടുത്താൽ എന്തായിരിക്കും വരിക, നമ്പറാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ.
ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഓക്കെ വിസിബിൾ ആണ്. നമ്പർ എന്ന് കാണുന്നത് അല്ലേ, നമ്പർ എന്ന് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ടൈപ്പ് ഓഫ് 10. അപ്പോൾ ടൈപ്പ് ഓഫ് 20 ആണെങ്കിലും എന്ത് തന്നെയായിരിക്കും, നമ്പർ തന്നെയായിരിക്കും. ഇത് റിഫ്രഷ് ആകുന്നുണ്ട്, നമ്പർ തന്നെയായിരിക്കും. ടൈപ്പ് ഓഫ് ഇനി ഒരു 10.5 കൊടുത്ത് നോക്കാം, അതും എന്ത് തന്നെയാണ്, നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ, ഇൻ കേസ് C++ അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർ ഇപ്പം ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും, ഇത് ഇൻറ്റിജറും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സും അല്ലേ എന്ന്. അങ്ങനെയല്ല, ജാവാസ്ക്രിപ്റ്റിൽ എല്ലാ നമ്പേഴ്സും കൂടി നമ്പർ എന്നുള്ളൊരു ഡാറ്റ ടൈപ്പിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഡാറ്റ ടൈപ്പ് എന്താ ഇപ്പോൾ പറയാം, സ്ട്രിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ എന്താ പറയുക, ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എന്നാണ് സ്ട്രിങ് പറയുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പേരടിച്ചെന്നായിരിക്കും, എന്ത് ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ, ഡബിൾ കോഡ്സ് അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതെന്താണ്, സ്ട്രിങ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്ട്രിങ് ഓഫ് വിഘ്നേഷ് എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ടൈപ്പ് ഓഫ് വിഘ്നേഷ് എന്ന് കൊടുത്താൽ നമ്മൾ എന്താണ് കിട്ടുക, സ്ട്രിങ് ആണ് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഹലോ, അതെന്താണ്, സ്ട്രിങ് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം, ടൈപ്പ് ഓഫ് 23 എന്നുള്ളത് എന്തിനുള്ളിലാണ്, ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിലാണ്. അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ അത് കൺസോൾ ലോഗ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക, നമുക്കൊന്ന് നോക്കാം. ഞാൻ സേവ് ചെയ്താണ്, അതും കിട്ടുക എന്ത് തന്നെയാണ്, സ്ട്രിങ് ആണ്. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു, ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന എല്ലാ വേരിയബിൾസും ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്താലും അത് എന്ത് ടൈപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുക, സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇനി നമുക്ക് ബൂളിയൻ എന്നുള്ളൊരു ടൈപ്പ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ബൂളിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വലിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഓക്കെ, സോ അവർക്ക് വേണ്ടി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ഈ ഒരു സീരീസ് നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്, കുറച്ച് പ്രോഗ്രാമിംഗ് നോളജ് ഉള്ളൊരു ആൾക്ക് വേണ്ടിയുള്ളൊരു സാധനമാണ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ കേസിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു UKG ലെവലിലുള്ളൊരു സാധനമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, UKG ലെവലിലൊരു സാധനത്തിൽ LKGയിൽ പഠിക്കേണ്ട ടൈപ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതായത് ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ലൈക്ക് എന്താ പറയുക, കൺട്രോൾ സ്ട്രക്ചേഴ്സിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ലൂപ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊരു പ്രോഗ്രാമിങ്ങിലെ കോഡിംഗ് എന്നുള്ള രീതിയിലുള്ളൊരു സാധനം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു 1 ഡേ കൊണ്ട്, അല്ലെങ്കിൽ 1 ഡേയും വേണ്ട, ഒരു 1-2 hours കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും എന്താ പറയുക, ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സിലബസിലുള്ള +1 +2 ടെക്സ്റ്റ് ബുക്സ് ആണ്. +1 ടെക്സ്റ്റ് ബുക്സ് തന്നെ C++ൻ്റെ ഇൻട്രഡക്ഷൻസ് ഒക്കെ ഉള്ളൊരു ഒരു ലെസൺ ഉണ്ട്. അപ്പം ആ ലെസൺ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇവിടെ വരുന്ന അധികം ആൾക്കാർക്കും ആ കാര്യങ്ങൾ അറിയാം എന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് അസ്യൂം ചെയ്തുകൊണ്ട് ബാക്കി പറയാണ്. ടൈപ്പ് ഓഫ് എന്താ പറയുക, ബൂളിയനിൽ എന്തുണ്ട്, ട്രൂ ആൻഡ് ഫോൾസ് ഉണ്ട്. ട്രൂ ആൻഡ് ഫോൾസ് ഉണ്ട്. ഒബ്വിയസ്ലി ബൂളിയനിൽ ട്രൂ ആൻഡ് ഫോൾസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ട്രൂ ആൻഡ് ഫോൾസ്. സോ ബൂളിയൻ കഴിഞ്ഞു. ഇനിയുള്ളത് കുറച്ച് എന്താ പറയുക, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒബ്ജക്റ്റ് സിമ്പൽ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഡാറ്റ ടൈപ്സ് ഉണ്ട്. അത് നമുക്ക് വഴിയുള്ള വീഡിയോസിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വളരെ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഡാറ്റ ടൈപ്സ് നോക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു 2 കാര്യങ്ങൾ കൂടി ഉണ്ട്. നള്ളും അൺഡിഫൈൻഡും. ഓക്കെ, നമ്പർ കഴിഞ്ഞു, സ്ട്രിങ് കഴിഞ്ഞു, ബൂളിയൻ കഴിഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളും ജസ്റ്റ് മെൻഷൻ ചെയ്തു. നള്ളും അൺഡിഫൈൻഡും ഉണ്ട്. ഓക്കെ, നൾ ആൻഡ് അൺഡിഫൈൻഡ്, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫോർ എക്സാമ്പിൾ, അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനമേ അവിടെ ഇല്ല എന്നാണ് അൺഡിഫൈൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അങ്ങനെ ഒരു സാധനമുണ്ട്, പക്ഷെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുന്ന സാധനത്തിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, ഈ ടോയ്ലറ്റ് പേപ്പർ ഉണ്ടല്ലോ, ടോയ്ലറ്റ് പേപ്പർ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഞാനിപ്പം സ്ക്രീനിൽ ജസ്റ്റ് ഒരു ഡെമോ പോലുള്ള ഒരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒരു എന്താ പറയുക, ഒരു വാളിൽ ടോയ്ലറ്റ് പേപ്പർ വെക്കേണ്ട ഒരു സ്റ്റാൻഡ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ,
ഒരു വാളിൽ ടോയ്ലറ്റ് പേപ്പർ വെക്കേണ്ട സ്റ്റാൻഡ് ഉണ്ട്, പക്ഷെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് പേപ്പർ ഇല്ല. ഓക്കെ, സ്റ്റാൻഡ് ഉണ്ട്, സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ വെക്കേണ്ട എന്തില്ല, ടോയ്ലറ്റ് പേപ്പർ ഇല്ല. അല്ലെങ്കിൽ ഈ ടോയ്ലറ്റ് പേപ്പറിൻ്റെ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ല എന്ന് പറയാം. അപ്പം അതാണ് സത്യം പറഞ്ഞാൽ എന്ത്, നൾ എന്ന് പറയുന്നത്. ഓക്കെ, അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് പേപ്പറും ഇല്ല, ടോയ്ലറ്റ് പേപ്പർ വെക്കേണ്ട സ്റ്റാൻഡും ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് കുറച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബാക്കി ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, വേരിയബിൾസ് ഒന്ന് പറയാനുണ്ട്. അപ്പം ജസ്റ്റ് വേറെ ഒന്നുമില്ല, എന്താ പറയുക, നമ്മൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമുക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് സ്പേസ് വേണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ അത് ലെറ്റ് കോൺസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കീവേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ലെറ്റും കോൺസ്റ്റും തൽക്കാലം നമുക്ക് വേണ്ട, വെച്ചിട്ടാണ് ചെയ്യുക. അതായത് വേരിയബിൾ ഡിഫൈൻ ചെയ്യാനാണ്. അല്ലെങ്കിൽ വേരിയബിൾ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മെമ്മറി സ്റ്റോർ അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു ലൊക്കേഷൻ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ലൊക്കേഷൻ ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം എന്ന് കൊടുക്കണം, ലൊക്കേഷൻ്റെ പേരും കൊടുക്കണം. a = 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ a എന്നുള്ള ലൊക്കേഷനിൽ 10 എന്ന വാല്യൂ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ കൺസോൾ ലോഗ് a കൊടുത്തു നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് റിഫ്രഷ് അടിക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്ത് വന്നു, 10 വന്നു. നമ്മളിവിടെ കൺസോൾ ലോഗ് കൊടുത്തത് എന്താണ്, a ആണ് നമ്മൾ കൺസോൾ ലോഗ് കൊടുത്തത്. ഓക്കെ, അപ്പം a കൺസോൾ ലോഗ് കൊടുത്തു, വന്നത് എന്താണ്, 10 വന്നിട്ടുള്ളത് അല്ലേ. അപ്പം a എന്ന് പറഞ്ഞത് ഇവിടെ എന്താണ്, ഒരു വേരിയബിളാണ്. ഓക്കെ, a എന്ന് പറഞ്ഞത് എന്താണ്, ഒരു വേരിയബിളാണ്. ഓക്കെ, വേരിയബിളിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, വാല്യൂ. അപ്പം നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വേരിയബിളിൻ്റെ ഉള്ളിൽ നമ്മൾ നൾ എന്ന് പറഞ്ഞൊരു ഡാറ്റ ടൈപ്പ് കൊടുത്തു. നൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വാല്യൂ ഒന്നും പ്രത്യേകിച്ചില്ല എന്നൊരർത്ഥമാണ്. ഓക്കെ, അപ്പം നൾ എന്നൊരു എന്താ പറയുക, ഒരു ഡാറ്റ ടൈപ്പ് കൊടുത്തു. അപ്പോൾ ഇനി കൺസോൾ ലോഗ് a കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരിക, നള്ളാണ് വരിക. ഓക്കെ, നള്ളാണ് വരിക. ഇനി ഫോർ എക്സാമ്പിൾ ഇവിടെ a എന്നൊരു സാധനമേ ഇല്ല, അല്ലെങ്കിൽ a എന്നൊരു വേരിയബിളേ ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെ a എന്നൊരു വേരിയബിളേ ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ കൺസോൾ ലോഗ് a അടിച്ചു കഴിഞ്ഞാൽ ഒരു നോട്ട് ഡിഫൈൻഡ് ഒരു എററാണ് വരിക. വരാണ്ട് നിൽക്കാൻ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി പറയാനുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഇപ്പോൾ തൽക്കാലം ഇത് മനസ്സിലാക്കാൻ വേണ്ടി ടൈപ്പ് ഓഫ് എന്നൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ടൈപ്പ് ഓഫ് a കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് വരും. അപ്പോൾ ഇതെന്താണ്, അൺഡിഫൈൻഡ് ആണ് ഇതിൻ്റെ ടൈപ്പ്. കാരണം എന്താ, നമ്മൾ a എന്ന് പറയും, അതായത് നോൺ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്, അല്ലെങ്കിൽ നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വേരിയബിളാണ് നമ്മളിവിടെ റെഫർ ചെയ്യുന്നത്. ഓക്കെ, മറ്റേ കേസിൽ എന്താണ്, നള്ള് കൊടുക്കുമ്പോൾ എന്താണ്, അങ്ങനെ ഒരു വേരിയബിൾ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പം ഡാറ്റ ടൈപ്സും വേരിയബിൾസും കഴിഞ്ഞു. ഡാറ്റ ടൈപ്സിൽ നള്ളും നള്ളും അൺഡിഫൈൻഡും ഒക്കെ കഴിഞ്ഞായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് ഓപ്പറേറ്റേഴ്സും കുറച്ച് കൺട്രോൾ സ്ട്രക്ചേഴ്സും ഫങ്ഷൻസും ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇതിപ്പോൾ എന്തായാലും ഒരു 10-13 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്ത പാർട്ടിൽ നമുക്ക് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി ഈ പറഞ്ഞ എന്തും കാര്യം മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് പ്രോഗ്രാമിംഗ് ബേസിക്സ് ആയിട്ട് കുറച്ച് LKG കാര്യങ്ങളുണ്ടെന്ന്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും കൂടുതലായി അറിയണം താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിലോ അങ്ങനെ എവിടെയെങ്കിലും കമൻറ്റ് സെക്ഷനിൽ തന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഓപ്പറേറ്റേഴ്സ്, കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് പഠിക്കാൻ നമുക്ക് അടുത്ത പാർട്സിൽ കാണാം. ഓക്കെ, സോ until then, goodbye.